ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ വൈകുണ്ഠ ഏകാദശി അങ്ങനെ ഇന്നത്തോടെ അവസാനിച്ചു. ഞാൻ ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലേക്ക് റെഡിയായി ഇറങ്ങുകയാണ്. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഫേവറേറ്റ് കമ്മലാണ്. അങ്ങനെ ഞാൻ റെഡിയായി താഴത്തിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ റെയറായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. അപ്പോൾ അത് ശ്രീകൃഷ്ണൻ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും സൂചന തരുന്നതായിട്ടാണ് ഉപ്പനെ കാണുന്നത്, അതിന് മുന്നോടിയായിട്ടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ റെഡിയായി എങ്ങനെ അമ്പലത്തിലേക്ക് പോവാണ്. ചെന്നതും അവിടെ ഇരിക്കിൻ്റെ പൂവിരിക്കുന്നു. ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാട്ടോ ഇരിക്കിൻ്റെ പൂവ്. പക്ഷെ അത് വളരെ റെയറായിട്ടേ കിട്ടാറുള്ളൂ. അപ്പം ഞാനെപ്പോഴും കൂവളമാലയാണ് കൊടുക്കാറുള്ളത് ഭഗവാന്. ഇരിക്കിൻ്റെ കണ്ടപ്പം ഞാൻ അത് തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ബില്ല് പേ ചെയ്തിട്ട് ആദ്യം നമുക്ക് ഗണപതിനെയാണ് കാണേണ്ടത്. വാമനമൂർത്തിക്കൊപ്പം ശിവനും ഇവിടെ പ്രത്യേകം ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗണപതിനെയും മുരുകനെയും കണ്ടു തൊഴണം. പിന്നെ അവിടെ ദുർഗാദേവിയും പാർവതി ദേവിയും ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും റെഡ് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അവിടുത്തെ രാജമല്ലി എന്നാണ് ഈ പൂവിൻ്റെ പേര്, രാജമല്ലി. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദുർഗാദേവിയാണത്. അങ്ങനെ ശിവക്ഷേത്രത്തിലേക്ക് ഞാൻ കയറുകയാണ്. വീഡിയോ ഞാൻ അകത്തേക്ക് എടുക്കില്ല. ഭഗവാനെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തൊഴുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ സമാധാനമായിട്ട് തൊഴുതു. പ്രസാദവും കിട്ടി. ശിവൻ്റെ ആയതുകൊണ്ടാട്ടോ ഭസ്മം ഉള്ളത് പ്രസാദത്തിൽ. ഇത് നമ്മുടെ സ്ഥിരം പൂ വാങ്ങുന്ന ചേട്ടനാട്ടോ. ഞാൻ താമരമാലയും എല്ലാം ഇവിടെ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ ഇന്നിപ്പോൾ താമരമാലയില്ല, ഈ പൂക്കളൊക്കെ ഉള്ളൂ. താമരയ്ക്ക് ഭയങ്കര ക്ഷാമമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം ഞാൻ താമരയും തുളസിയും കൂടി ഉള്ള ഒരെണ്ണം വാങ്ങി. പിന്നെ ഇത് വേറൊരു ഷോപ്പ്. ഞാനിപ്പോൾ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ് നീരാഞ്ജനം വെച്ചു. പിന്നെ നമ്മുടെ മോനുള്ള ത്രിമധുരം. അപ്പോൾ ചേട്ടൻ എവിടേക്കാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരം വരുന്നതാണെന്ന് ചേട്ടൻ അറിയാം, എന്നാലും ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടക്കാം. മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കം കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവിടെ ഫുള്ള് അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ചയൊക്കെ ഞാൻ വന്നപ്പോഴും ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മകരവിളക്കിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്തോ തുടങ്ങിയ പണിയാണ്. ഫുള്ള് വിളക്ക് കത്തിച്ചിട്ട് അടിപൊളിയായിരിക്കും. തലേന്നും പിറ്റേന്നും ഒരിക്കലെടുത്തിട്ട് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം. അങ്ങനെയാണ് കേട്ടോ ഏകാദശി എടുക്കുന്നത്. ഇന്ത്യയിൽ വാമനം പ്രതിഷ്ഠയായിട്ടുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഞാനങ്ങനെ നമ്മുടെ പൂക്കളും ത്രിമധുരവും എല്ലാം ഭഗവാന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നട അടച്ചു. എല്ലാം കൊടുത്തതിന് ശേഷം നട അടച്ചത്. ഞാൻ മാത്രമേ ഉള്ളൂ. 1/2 hour ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. വിഷ്ണുവിൻ്റെ നല്ലൊരു മ്യൂറൽ പെയിൻ്റ് ഉണ്ട്. പിന്നെ നോക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോയുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി അത് കാണാൻ. ഞാൻ ഓർക്കുക ഈ ഫോട്ടോ എത്ര പഴക്കമുള്ളതായിരിക്കും അല്ലേ. എന്ത് രസമാണെന്ന് നോക്കി. ആ കണ്ണൊക്കെ കണ്ടോ? ആ കണ്ണിലെല്ലാം ഉണ്ട്. നട അടച്ചിരിക്കുകയാണ്. ശംഖിൻ്റെ നാദം കേൾക്കുന്നില്ലേ? അങ്ങനെ ഞാൻ ഭഗവാനെ നന്നായിട്ട് തൊഴുതു. പ്രസാദം എല്ലാം വാങ്ങി. ത്രിമധുരം തന്നു കേട്ടോ എനിക്ക്. ഈ ത്രിമധുരം കഴിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വ്രതം അവസാനിപ്പിക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് 2 ആൾക്കാരെയും കൂടി കാണാനുണ്ട്. ഒന്ന് നാഗത്താന്മാർ, രണ്ടാമതായിട്ട് ബ്രഹ്മരക്ഷസ്. അവസാനേ ബ്രഹ്മരക്ഷസിനെ തൊഴാറുള്ളൂ കേട്ടോ. ഇനി ഞാൻ പൊന്നുണ്ണിയുടെ പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാൻ പോവാട്ടോ.
ഇത് നല്ല വെണ്ണയാണ്. വെണ്ണയിൽ പഴം ഇങ്ങനെ മുക്കിയാണ് ഞാൻ എപ്പോഴും കഴിക്കാറ്. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പഴം മുക്കിയിട്ട് കഴിക്കണം. നമ്മൾ ഒരു ദിവസം മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ട് ഒന്നും കഴിക്കാതെ വ്രതം എടുത്തിട്ട് പിന്നെ ഇങ്ങനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലിങ് നമുക്കത് സ്വയം എടുക്കുമ്പോഴേ അറിയുള്ളൂ. ഞാനിങ്ങനെ സമാധാനമായിട്ട് അമ്പലത്തിൽ തന്നെ ഇരുന്ന് ആരും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് കഴിക്കാം കേട്ടോ. സന്തോഷമുണ്ട് വൈകുണ്ഠ ഏകാദശി പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റിയതിൽ. ഭഗവാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് 2 അടയാളങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഫസ്റ്റ് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒപ്പന കണ്ടു. രണ്ടാമതായിട്ട് എനിക്ക് നട തുറന്നപ്പോൾ തന്നെ തിരുമേനി ഒരു വെള്ള ശംഖുപുഷ്പം തന്നു. വെള്ള ശംഖുപുഷ്പം വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ ഏകാദശി എടുത്തത് വെറുതെ ആയില്ല എന്ന് ഭഗവാൻ 2 അടയാളങ്ങൾ മൂലം എനിക്ക് കാണിച്ചു തന്നതുപോലെ തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഏകാദശി എടുക്കുമ്പോഴെല്ലാം ഞാൻ വാമനമൂർത്തി ടെമ്പിളിലാണ് വരാറ്. എനിക്ക് ഇവിടെയുള്ള ഭഗവാൻ എൻ്റെ മോനെ പോലെയാണ്. അതിപ്പോൾ ഗുരുവായൂരപ്പനും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. ഭഗവാൻ വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ബാലനായിട്ടുള്ള ഒരേ ഒരു അവതാരമല്ലേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന ചെക്കനല്ലേ. നോക്കിക്ക് കുറുമ്പ് കാണിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ്. തിരുവോണത്തിന് ചന്ദനം ചാർത്തി നിൽക്കുന്ന കാണണം. എന്ത് രസമാണെന്നറിയോ. അത് നേരിട്ട് തന്നെ വന്ന് കാണണം. അങ്ങനെ മനസ്സ് മുഴുവനും നിറഞ്ഞ് ഞാൻ ഇറങ്ങി.